അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രതിഫലാർഹമായ ഒരു സുന്നത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതെന്താണ്? രോഗസന്ദർശനമാണ്. രോഗസന്ദർശനത്തിന് വലിയ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ പ്രവാചകനിലൂടെ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാമിൻ മുസ്ലിമിൻ യഊദു മുസ്ലിമൻ ഗുദുവതൻ, ഏതെങ്കിലും ഒരു മുസൽമാനായ സഹോദരൻ തൻ്റെ ഒരു മുസ്ലിമായ സഹോദരനെ രോഗസന്ദർശനം നടത്തി രാവിലെ, ഇല്ലാ സ്വല്ലാ അലൈഹി സബ്ഊന അൽഫ മലക്കിൻ ഹത്താ യുംസിയ, വൈകുന്നേരമാകുന്നത് വരെ 70,000 മാലാഖമാർ അവന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും. വൈൻ ആദഉ അശിയത്തൻ, ഇനി സായാഹ്ന സമയത്താണ് രോഗസന്ദർശനം നടത്തിയതെങ്കിൽ, ഇല്ലാ സ്വല്ലാ അലൈഹി സബ്ഊന അൽഫ മലക്കിൻ ഹത്താ യുസ്ബിഹ, നേരം പുലരുന്നത് വരെ, പ്രഭാതമാകുന്നത് വരെ 70,000 മലക്കുകൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. വകാന ലഹു ഖരീഫുൻ ഫിൽ ജന്ന, അവൻ സ്വർഗത്തിലെ അനുഗ്രഹീതമായ ഒരു പൂങ്കാവനത്തിലായിരിക്കുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം കാംക്ഷിച്ചുകൊണ്ട് മറ്റു താല്പര്യങ്ങളൊന്നുമില്ലാതെ ഒരു മുസൽമാൻ അവൻ്റെ ബാധ്യതയിൽപ്പെട്ടതാണ് തൻ്റെ സഹോദരൻ രോഗമായി കിടക്കെ അവനെ സന്ദർശിക്കുക എന്നത്. രോഗിയുടെ അരികിൽ കടന്നു ചെല്ലുമ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചര്യ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദസ്തഖാ മിന്നാ, സ്വഹാബിമാർ പറയുന്നു, ഞങ്ങളിൽ ആരെങ്കിലും രോഗമായി കിടക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ഞങ്ങളെ സന്ദർശിക്കും. എങ്ങനെയാണ്? ഇദസ്തഖാ മിന്നാ ഇൻസാനുൻ മസഹഹു ബിയമീനിഹി, അവിടുത്തെ വലത് കൈകൊണ്ട് ആ രോഗിയെ തടവുകയും സുമ്മ ഖാൽ, പിന്നീട് അവിടുന്ന് പ്രകാരം പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. എന്തായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത്? അദ്ഹിബിൽ ബഅസ് റബ്ബന്നാസ് വഷ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ എന്ന പ്രാർത്ഥന രോഗിയുടെ അരികിൽ ചെന്ന് വലത് കൈകൊണ്ട് തലോടിക്കൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. രോഗസന്ദർശനത്തിന്റെ സമയത്ത് പ്രാർത്ഥിക്കുന്ന ധാരാളക്കണക്കിന് പ്രാർത്ഥനകൾ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. മറ്റൊരു പ്രാർത്ഥന നോക്കൂ, അവിടുന്ന് പറഞ്ഞു, മൻ ആദ മരീലൻ, ഒരാൾ ഒരു രോഗിയെ സന്ദർശിച്ചു, ലം യഹ്ലുർ അജലുഹു, അയാളുടെ അവധി എത്തിയിട്ടില്ല, മരണത്തിന്റെ സമയം എത്തിയിട്ടില്ലെങ്കിൽ, ഫഖാല ഇൻദഹു സബ്അ മിറാറൻ, ആ രോഗിയുടെ സാമീപ്യത്തിൽ വെച്ച് ഇനി പറയാൻ പോകുന്ന പ്രാർത്ഥന 7 തവണ ഒരാൾ പറയുകയാണെങ്കിൽ, ഏതാണ് ആ പ്രാർത്ഥന? അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യശ്ഫീക് എന്ന് പറയുകയാണെങ്കിൽ, അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യശ്ഫീക് എന്ന് പറയുകയാണെങ്കിൽ 7 തവണ പറഞ്ഞാൽ, ഇല്ലാ ആഫാഉല്ലാഹു മിൻ ദാലികൽ മറദ്, ആ രോഗത്തിൽ നിന്ന് അള്ളാഹു അയാൾക്ക് ആഫിയത്ത് നൽകാതിരിക്കുകയില്ല, സൗഖ്യം നൽകാതിരിക്കുകയില്ല എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കിതാ പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ പുണ്യമുള്ള കാര്യമാണ് രോഗസന്ദർശനം. അത് നടത്തുകയും അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നിർവഹിക്കുകയും ചെയ്യുക. മാലാഖമാരുടെ പ്രാർത്ഥനയുണ്ട്, മാത്രമല്ല രോഗിക്ക് ശമനവുമുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിലും നമുക്ക് കൂടുതൽ താല്പര്യവും ഉത്സാഹവും ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.